Hi, good morning, friends. It's me, Simon, YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. നമ്മൾ മനസ്സിലാക്കിയതും പഠിച്ചതും ഒക്കെ വളരെ ചെറുതാണെന്ന് മനസ്സിലായി. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ കുതിച്ചുകയറ്റം നടത്തുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാഭ്യാസ വിചക്ഷണരുടെ ഒരു മീറ്റിംഗ് കാണുവാനിടയായപ്പോഴാണ് അത് ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തും പറയിപ്പിക്കാം, നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കാം, നിങ്ങൾ പ്രിയപ്പെട്ട സ്നേഹി നിങ്ങളുടെ മകളെ കൊണ്ട് പറയിപ്പിക്കാം. പെട്ടെന്ന് വീഡിയോ നിങ്ങളോട് മകൾ പറയാനില്ല, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു നമ്പറാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഇലക്ഷൻ കാലത്ത് ഈ ചില ആളുകൾ ഇത് ഉപയോഗിച്ചു. ഇവരുടെ ബോഡി ലാംഗ്വേജ് വക്രിച്ച് കാണിക്കുക, സമൂഹത്തെ പുച്ഛിപ്പിക്കുക, ജനത്തെ വെറുപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും സ്നേഹിതരായ ജനങ്ങൾ പോലും വെറുത്തു പോകുന്ന രീതിയിൽ നമ്മളെ മാറ്റാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ വരുമ്പോൾ ഞാനിങ്ങനെ കൈവൊക്കി കാണിക്കുന്നത്. എൻ്റെ ഈ രേഖാശാസ്ത്രം മാറ്റാൻ പറ്റത്തില്ല. അത് മെഷീന് ചെക്ക് ചെയ്യുമ്പം ഞാനാണ് അല്ലയോ എന്നുള്ളത് തെളിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഇതൊരു പോസിറ്റീവ് ചാനലാണ്. ഒരാൾക്കൊരു മനോവേദന ഉണ്ടാകുന്നൊന്നും ഞാൻ പറയാറില്ല. എപ്പോഴും ഏത് കാര്യത്തിൽ നന്മ കാണാൻ എൻ്റെ മനസ്സായിരിക്കണം. ഓക്കെ, ഞാൻ വന്നപ്പോൾ മഴയില്ലായിരുന്നു, എൻ്റെ കാറിൽ നിന്ന് കൂടെ എടുത്തില്ല. അപ്പോൾ അത് എക്സസൈസ് കഴിഞ്ഞ് മടങ്ങാണ്. പക്ഷേ ഇടിമിന്നലൊക്കെ ചെറുതായിട്ട് തണ്ടർ സ്റ്റോമിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിച്ചു. ഞാൻ വേഗം നടക്കട്ടെ അല്ലേ. ഓക്കെ, എന്തായാലും നമ്മൾ കരുതിയിരിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പോലും നിങ്ങളെ മോശമായി പറയുന്ന വീഡിയോ ഒരാളുണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്ത് നമ്മൾ കാണിച്ചാൽ പോലും വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്യാം. ഈ ആർട്ടിഫിഷ്യൽ വെറും സിമ്പിളാണ്, എനിക്ക് ചെയ്യാം. ഞാനൊരു ഐ മീൻ മൈ 67+ now, but even though I can do it easily. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ പറഞ്ഞാൽ മതി, അത് ചെയ്തു തരിക. ഒരു തന്ത് കൊടുത്തിട്ട് അതിനെപ്പറ്റി എന്ത് പറയണമെന്ന് പറഞ്ഞാൽ അത് പറയും. നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ കൊണ്ടേ കാണിച്ചാൽ ഈ കാണുന്നയാൾ ഓർക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്നു, അല്ലെ സ്നേഹിതയാരോ, ഞാൻ സ്നേഹിച്ച എൻ്റെ ഭാര്യയല്ല എൻ്റെ മകൾ, ഇങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ സത്യത്തിൻ്റെ കണിക പോലും അതിനകത്തില്ല, അത് ഓർത്തോണം. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഇതുപോലാണ് കാലം മാറി. നമ്മളിപ്പം ഇപ്പോഴും പഴയ ആ പൊട്ടക്കുളത്തിൽ തവളെ പോലെ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു. പലരെയും നടപ്പും ഭാവക്കാണ്. കാലം മാറിപ്പോയി, ശാസ്ത്ര സാങ്കേതികത വളർന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, മുന്നോട്ട് പോകുമ്പം ജപ്പാനിലെ പോലാവും. എന്താ, ഒരു ഉടമ മാത്രമേ കാണത്തുള്ളൂ, എൻജിനീയറോ അല്ലെ എൻജിനീയർ സ്കില്ലുള്ള ആൾ. ബാക്കി വർക്കേഴ്സ് മുതൽ ലോഡ് ചെയ്യുന്ന ആൾ മുതൽ ഡ്രൈവർ മുതൽ എല്ലാം റോബോട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമാണ് നയിക്കുന്നത്. ആ കാലത്തേക്ക് വരും. ഹോട്ടൽ പണിക്ക് ആളില്ല എന്നൊക്കെ പറയുന്നൊരു കാലമുണ്ട് ഇപ്പം. അത് കഴിഞ്ഞു തുടങ്ങി. കാരണം ഹോട്ടലിൽ സെർവ് ചെയ്യാൻ, വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ സെർവ് ചെയ്യാൻ റോബോട്ടുകൾ എത്തിക്കഴിഞ്ഞു. അവരിങ്ങനെ ഫുഡ് പ്ലേറ്റുമൊക്കെ നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. ആ കാലം വരും. നമ്മുടെ തങ്കപ്പൻ്റെയും തോമാച്ചൻ്റെയും അഹമ്മദിക്കാടെയൊക്കെ കടയിൽ ഇങ്ങനെ വരും. അതിത് ചീപ്പാണ്. $400 ഉള്ളൂ ഒരു റോബോട്ട് മേടിക്കാൻ, അല്ലാതെ 4 ലക്ഷമൊന്നും വേണ്ട. നമ്മളെ രൂപയുടെ വില ഇങ്ങനെ താന്നു പോയി കഷ്ടമുണ്ട് കേട്ടോ. നമ്മളും താന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു മാന്യൻ പറയുകയാണ്, രൂപയുടെ $1 വില 100 കൂടി ഇപ്പോൾ 115 ആയാലും എന്നാ കുഴപ്പമെന്ന്. ഒരു ചെറിയ ആളല്ല, വലിയ പുള്ളിയാണ്. നമ്മളൊക്കെ പറയുന്ന പോലെ വലിയ വിദ്യാഭ്യാസ വിചക്ഷണ. എന്ത് പറയും. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ 95 കഴിഞ്ഞ് 96 തോന്നുന്നു അല്ലേ. കഷ്ടമുണ്ടല്ലേ. കാര്യം എൻ്റെ മോൻ അമേരിക്കയിലാണ്, അവനും ഭാര്യയും ശമ്പളം മേടിക്കുന്നു, അത് $. എന്നാൽ അവൻ പറയും, എൻ്റെ പപ്പ നമ്മുടെ രാജ്യം ഇങ്ങനെ താഴോട്ട് പോവുകയാണല്ലോ എന്ന് പറയുമ്പം എൻ്റെ ഹൃദയം ഒന്ന് പിടയ്ക്കും. $ൻ്റെ വില ഒന്നിനൊന്നിന് കൂടിക്കൊണ്ട് നമ്മൾ താന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഗുണം കിട്ടുന്ന ആളുകളുണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഇവിടുന്ന്
അവരുടെ പണം ഇവിടെ ഒരു മൂല്യം വർദ്ധിക്കും. പക്ഷേ നാടിൻ്റെ ആ ഒരു സ്ഥിതി വളരെ മോശമായി വരികയാണ്. എനിഹൗ നമ്മൾ നമ്മുടെ കുട്ടികളെ ഹൈ തിങ്കിങ്ങിൽ വേണം പഠിപ്പിക്കാൻ. അവരെ ഒരു സാധാരണ കരിക്കുലം വെച്ചുകൊണ്ടിരിക്കരുത്. ഗവൺമെൻറ് തന്നെ ബദ്ധശ്രദ്ധരായി ചാടി വീഴേണ്ട ഘട്ടമാണ്. അവരെ പഴയ രീതിയിൽ തറ പഠിപ്പിച്ച അവരെ നല്ല ഞാനും പഠിച്ചത് അങ്ങനെ തന്നെയാണ്. അതൊരു കാലം മാറി. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ അതിൻ്റെ കൊടി കുത്തി വാഴുന്ന കാലം. കമ്പ്യൂട്ടർ സ്ഥാപനത്തിലൊക്കെ 40 പേര് ജോലി ചെയ്യുന്നിടത്ത് ഇപ്പം 4 പേര് മതി. അപ്പം അത് പ്ലസ്സാണ്. ഇൻ ദ മീൻ ടൈം നെഗറ്റീവുമാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതല്ല. നമ്മുടെ കുട്ടികൾക്ക് ഇതിനകത്തെല്ലാം പ്രാവീണ്യം കൊടുക്കണം. പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു LKG തൊട്ട്. ഇന്ന് LKG തൊട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിൻ്റെ സാധ്യതകളും പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികൾ പറന്ന് ഉയരട്ടെ, അല്ലാതെ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണം നമ്മൾ ഉപയോഗിക്കണം. ട്രാഫിക് ഐലൻഡിൽ സിഗ്നൽ വണ്ടി പോയി കഴിഞ്ഞാലും പിന്നെയും നമ്മൾ 10 സെക്കൻഡ് കിടക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള കമ്പ്യൂട്ടറാണ് ചെയ്യുന്നതെങ്കിൽ ആ വണ്ടി തീരുന്ന നിമിഷം അടുത്തതിന് ചാൻസ് കൊടുക്കും. അങ്ങനെ മാറ്റാവുന്നതാണ്. അപ്പോൾ അത് വരുത്തണം. എല്ലാ രീതിയിലും നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം, പഠിപ്പിക്കണം. സമൂഹത്തെ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. നോക്കി നിൽക്കാൻ പാടില്ല. നോക്കി നിന്നാൽ നമ്മൾ പുറകിൽ പോകും. നമ്മൾ നേടിയെടുത്തതെല്ലാം പുറകിൽ പോകും. ഞാനൊരു ഉദാഹരണം പറയാം. പണ്ട് അംബാസഡർ കാർ എത്ര ലക്ഷം ബുക്കിങ്ങാണ്. അത് വാങ്ങിക്കാൻ ക്യൂ നിൽക്കണം. ചിലരൊക്കെ കൽക്കട്ടായി പോയി മേടിക്കാറുണ്ട് ബ്ലാക്കിൽ. ഇന്നെന്താ സ്ഥിതി? അത് കാർ ഒന്നാന്തരം. ഇപ്പോഴും അതെ, 1500 cc ഒന്നാന്തരം എഞ്ചിനുള്ള ഒന്നാന്തരം വണ്ടി അംബാസഡർ കാർ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്നാൽ വി മസ്റ്റ് അപ്ഡേറ്റ് അവർ നോളജ് ആൻഡ് സ്കിൽ എവറി മൂമെൻറ്റ്, നോട്ട് ഡേയ്സ്. എവറി മൂമെൻറ്റ് വി മസ്റ്റ് ഓപ്പൺ അവർ ഐസ് ആൻഡ് ഇയേഴ്സ് ആൻഡ് നോസ്. ഓഫ് കോഴ്സ് all the mediums we must use for upgrading our knowledge. Unless otherwise we will be thrown away, no doubt. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ പഠിക്കണം. ഈ പറയാം 67 വയസ്സുകാരായ ഞാനും പഠിക്കണം. അതായത് ഇനി കാര്യമില്ല. അപ്പം നമ്മുടെ സമൂഹത്തെ ആ രീതിയിലേക്ക് വളർത്തണം. കുശുമ്പും കുന്നായ്മയ്ക്കൊന്നും ഇപ്പോൾ ഒരു കാര്യമില്ല. ആരും മൈൻഡ് ചെയ്യാറില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വന്നിട്ട് എന്ത് വേണേലും പറഞ്ഞുണ്ടാക്കാം, കാണിച്ച്. ഇതിനകത്തൊക്കെ എന്താ കാര്യം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി വന്നില്ലേ? ഒരു പുരുഷൻ ഒരു സ്ത്രീ പ്രായപൂർത്തിയായവരാണെങ്കിൽ അവരെ ഹോട്ടൽ റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുക. കാരണം അവർക്ക് ഇഷ്ടമുണ്ട് അങ്ങനെ പോവാം. പക്ഷേ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ബലമായി പിടിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അത് വേറെ നിയമമാണ്. വിൽഫുള്ളി ഇഫ് ദേ ആർ ലിവിങ് ടുഗദർ എനിവെയർ എൽസ് ഇറ്റ് ഇസ് എ ലീഗൽ ആക്ടിവിറ്റി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പണ്ട് നമുക്കറിയാം, സിനിമയിലെ കാണാൻ മേലേ ഒരാളെ ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ അയാളുടെ മുറിയിൽ ഒരാളെ കൊണ്ടുവരിക, എന്നിട്ട് അറസ്റ്റ് ചെയ്യുക, പത്രത്തിൽ പടം കൊടുക്കുക. ആ കാലം കഴിഞ്ഞു പോയി. അത് നടക്കുകയില്ല. ഇനിയിപ്പോൾ അങ്ങനെ കേസെടുത്താൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയായിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അതുപോലെ പട്ടിയെ കൊന്നാൽ ഉടനെ കേസ്, അത് എടുത്തു കളഞ്ഞു. പട്ടിയെ കൊന്നാൽ കേസെടുക്കുന്ന പോലീസുകാരുടെ പേരിൽ കേസെടുക്കും. അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ കൊല്ലാം. അത് കൊന്നിട്ട് മൃഗസംരക്ഷണക്കാർ പറയുന്നതിൽ കേസെടുത്താൽ ആ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മേൽ ഹൈ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും അവൻ്റെ പേരിൽ FIR ഇടാനും നിയമമുണ്ട്. സുപ്രീം കോടതി വിധി വന്നിരിക്കുന്ന ആ രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ കുട്ടികളെ ഇതെല്ലാം പഠിപ്പിക്കണം. പണ്ട് 10 വർഷം മുമ്പ്, 20 അല്ല, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ LKG പഠിക്കുമ്പോൾ അന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ ഇച്ചിരി മേൻമേറി സ്കൂളിൽ, ഇപ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ. പക്ഷെ അതുപോരാ. ഇനിയിപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കുക. ഇതെല്ലാം ഹൈ ലെവൽ സ്കൂളുകളിൽ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഗവൺമെൻറ് ഒന്ന് സ്പീഡാകണം. ഗവൺമെൻറ് നമ്മുടെ കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊടുക്കണം, കരിക്കുലം കൊടുക്കണം. അവർക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഒരു 5 വയസ്സ് തൊട്ട് സ്വിമ്മിങ് പഠിപ്പിക്കണം. 10 വയസ്സ് തൊട്ട് കരാട്ടെയോ കുങ്ഫുവോ കളരിയോ പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. +2 കഴിയുമ്പോൾ അവർ നല്ല ഒരു ട്രക്ക് ഡ്രൈവർ അല്ലെങ്കിൽ കാർ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഡ്രൈവർ ആയിട്ടായിരിക്കും, ലൈസൻസോട് കൂടിയായിരിക്കണം ഇറങ്ങുന്നത്. അവന് വേണ്ട ഒരു സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമായതെല്ലാം അവന് കിട്ടിക്കഴിഞ്ഞിരിക്കണം +2 കഴിയുമ്പോൾ. അത്തരത്തിൽ നമ്മുടെ ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഭാഗ്യം കൊണ്ട് ഒരു അടിപൊളി മന്ത്രിയെ കിട്ടിയിരിക്കുന്നത്. എന്നാ
അങ്കമാലി MLA ഒരു മന്ത്രിയാണ്, ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അവന് നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. അത് എങ്ങനെയാവുമെന്ന് എനിക്കറിയാൻ മേല. എന്തായാലും ഉയർന്ന് ചിന്തിക്കണം. മുഖ്യമന്ത്രി മിടുക്കനാണ്, കൊള്ളാം. അദ്ദേഹത്തിൻ്റെ പടപ്പുറപ്പാട് വികസനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി തിരിച്ചു വിടുകയാണെങ്കിൽ കൊള്ളാം. അതല്ല ശത്രുക്കളെയും എല്ലാം തേടിപ്പിടിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ ദോഷമായിട്ട്. എന്തായാലും കൊള്ളാം, എന്തെങ്കിലുമൊക്കെ നടക്കൂടെ അല്ലേ എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ട്. അത് കളയരുത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ കുട്ടികളെ കരുതണം, നമ്മൾ തന്നെ കരുതണം. അന്ന് ഞാൻ ഓർക്കുക, ഞാനൊക്കെ ഓഫീസിൽ ഇരിക്കുമ്പോഴേ ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിന് ക്ലാസ് ഉണ്ട്, കമ്പ്യൂട്ടറൈസേഷൻ വരും. അപ്പോൾ പറയും, മാഷ് പറയും, നിങ്ങളിത് കമ്പ്യൂട്ടർ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെ പോലെ ആയി പോവും മുന്നോട്ട്. അപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല. ശരിയാണ്. ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ നോകളിലില്ല നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ല നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആർട്ടിഫിഷ്യലിനകത്ത് ഗുണമുണ്ട് ദോഷമുണ്ട്. ആ ദോഷം മനസ്സിലാക്കാനും ഗുണം ഉപയോഗിക്കാനും വേണ്ടി ഈ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ നിങ്ങളെപ്പറ്റി മോശം പറയുന്നൊരു വീഡിയോ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത് കൊണ്ട് കാണിച്ചാൽ നിങ്ങളങ്ങ് വിശ്വസിക്കുക. ആരോടൊന്നും പറയുക, നിങ്ങൾ അന്തർമുഖനാകും, നിശബ്ദനാകും, നിങ്ങൾ നശിച്ചു പോകും, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു കള്ളച്ചിരിയോടെ, മോനെ നിൻ്റെ ഇതേ സംഭവം ഞാൻ നിനക്ക് എടുത്ത് തരട്ടേടാ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഫോട്ടോ അങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ മൊബൈലിൽ ആ പറഞ്ഞ സോയാൻസോ തങ്കപ്പൻ തുണി പറിച്ചിട്ട് ആടട്ടെ എന്ന് പറഞ്ഞാൽ തങ്കപ്പൻ തുണി പറിച്ചിട്ട് ആടുന്ന വീഡിയോ നമ്മുടെ മൊബൈലിൽ തന്നെ കിട്ടും. അത് അവനെ കാണിച്ചു കൊടുക്കണം, അവനിറങ്ങി ഓടും. മനസ്സിലായില്ലേ? അപ്പം അത്തരത്തിൽ കാര്യങ്ങൾ മാറിപ്പോയി. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പം ജീസസ് റൈഡിങ് ഓൺ എ ഹോഴ്സ്, വളരെ ജീസസ് ഹോഴ്സിൻ്റെ പുറത്ത് റൈഡ് ചെയ്യുന്ന വീഡിയോ അപ്പം തന്നെ വരിക. അത്രയും കാര്യങ്ങൾ വന്നു. നമുക്ക് എല്ലാവർക്കും കരുതിയിരിക്കണം, മുമ്പോട്ട് പോകണം. പഠനം വേണം, നിരീക്ഷണം വേണം. നമ്മൾ ചോദിക്കും യൂറോപ്യൻസൊക്കെ എങ്ങനെ ചെയ്യും? നിങ്ങളൊന്ന് പോയി കാണണം അവരുടെ ലൈഫ്. അവരേറ്റവും നല്ല വസ്ത്രം ഇട്ടാണ് വീട്ടിൽ ഇരിക്കുന്നത്. മുഷിഞ്ഞ് നാറിയ കീറിയ വസ്ത്രം എടുത്തല്ല വീട്ടിൽ. അതുപോലെ നമ്മളങ്ങനെയാണോ? നമ്മളിപ്പോഴും ആയിട്ടില്ല, നമ്മളാകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല വസ്ത്രങ്ങൾ വീട്ടിലും ധരിക്കണം. വി ഷുഡ് ബി എ മോഡൽ ഫോർ അതേഴ്സ് ഇൻ അവർ ഹോം ഇറ്റ്സെൽഫ്. നമ്മൾ വീട്ടിൽ കാണിക്കുന്നത്, നാട്ടിൽ കാണിക്കുന്നത്. അല്ലാതെ പുറത്തിറങ്ങുമ്പോൾ പട്ടുപാവാടയും വീട്ടിൽ കീറിയ പാവാടയും എടുക്കരുത്. പുറത്ത് പോകുമ്പോൾ നല്ല ഡ്രസ്സ്, അങ്ങനെയല്ല, നല്ല ഡ്രസ്സ് തന്നെ. ഞങ്ങളൊക്കെ ബെർമുടയൊക്കെ ഇട്ട്, ആ ബെർമുട നല്ലതല്ലേ, എന്തൊരു സുഖമാണ്. അതൊക്കെ ഇട്ട് നമ്മൾ ജീവിക്കണം. ഞാൻ പലപ്പോഴും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അലമാരി നോക്കിയപ്പം വില കൂടിയ 129 130 സാരി, വളരെ വിലയെന്ന് പറയാൻ വില കൂടിയ. പക്ഷേ അവരെ ഞാൻ ഒരിക്കലും ഈ സാരി എടുത്ത് കണ്ടിട്ടില്ല. അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം അവർ പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഈ നല്ല കാര്യം കാത്തിരുന്നിരുന്ന് അവർക്ക് നല്ല കാര്യം ഇല്ലാതായിപ്പോയി. ഓക്കെ, അതുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, നല്ല ബിഹേവിയർ വേണം, നല്ല പഠനം വേണം, പ്രാർത്ഥന വേണം. ഓക്കെ, ഈ സമൂഹത്തെ നമുക്ക് മുമ്പോട്ട് പിടിച്ചുകൊണ്ട് പോകണം, സമൂഹത്തോടൊപ്പം മുമ്പോട്ട് പോകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.